നേപ്പാളിൽ ജെൻസി പ്രക്ഷോഭം ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. സോഷ്യൽ മീഡിയ ബാൻ വന്നതിന് ശേഷം ജെൻസി തലമുറ വിദ്യാർത്ഥികൾ, യുവാക്കൾ, യുവതികൾ എല്ലാവരും ചേർന്ന് തെരുവിലേക്ക് ഇറങ്ങുന്നു. നേപ്പാൾ രാജ്യത്ത് വലിയ അരക്ഷിതാവസ്ഥയുണ്ടാകുന്നു, പ്രക്ഷോഭം നടത്തുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചിരിക്കുന്നു. നിരവധി മന്ത്രിമാരുടെ വീടുകൾ കത്തിക്കുന്നു. ധനകാര്യമന്ത്രിയെ തെരുവിലിട്ട് പ്രക്ഷോഭകാരികൾ മർദ്ദിക്കുന്ന വീഡിയോ വരെ പുറത്തു വന്നു കഴിഞ്ഞു. രാജ്യത്തിൻ്റെ ഭരണം ഭാഗികമായി സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ്, അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ ജെൻസി പ്രക്ഷോഭത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ദാമോദർ പ്രസാദ് സാർ, നമ്മൾ നേപ്പാളിലെ സമരമാണ് ചർച്ച ചെയ്യുന്നത്. ജെൻസി തലമുറയാണ് ഈ ഒരു സമരത്തിന് നേതൃത്വം വഹിച്ചത്. ഇപ്പോൾ പ്രധാനമന്ത്രിയെ വരെ താഴെ ഇറക്കുന്നു. ഒരു കൗതുകം, 2 ദിവസം പോലും ആയിട്ടില്ല സമരം തുടങ്ങിയിട്ട്, അപ്പോഴേക്കൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് രാജിവെച്ച് വേറൊരു നാട്ടിലേക്ക് ഒളിച്ചോടേണ്ടി വരിക, ആ നാട്ടിലെ ഭരണകൂടത്തിന് മുഴുവൻ ഒരു സുരക്ഷിതമല്ലാത്ത അവസ്ഥ വരിക. എന്താണ് ഇത് കാണിക്കുന്നത്? ഇത് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു ജെൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഇസഡ് എന്നുള്ളത് നമ്മൾ പറയുന്നത് ആ തലമുറയുടെ പ്രക്ഷോഭം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം കാണുന്ന ഒരു കാര്യം അതിൻ്റെ അകത്തുണ്ട്. കാരണം കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, പൊതുവിൽ പ്രവണതയെ കണ്ടുവരുന്ന കാര്യം, ഈ ഓക്യുപ്പൈ വാൾ സ്ട്രീറ്റിൽ നമ്മൾ കണ്ടിരുന്നു, അത് അറബ് സ്പ്രിങ്ങിലും കണ്ടിരുന്നു. ഈ യുവതലമുറ എന്ന് പുതിയ തലമുറ, അതായത് ആ കാലഘട്ടം മാറി അങ്ങനെയുള്ള തലമുറ പുതിയ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രക്ഷോഭരംഗത്താണ്. അവർ അസ്വസ്ഥരാണ്, അവരുടെ രോഷം പല രീതിയിലും പ്രകടിപ്പിക്കുന്നുണ്ട്. ആ രോഷം പ്രകടിപ്പിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അവർ അസ്വസ്ഥയുടെ പ്രധാനപ്പെട്ട കാര്യം വലിയൊരു തൊഴിലില്ലായ്മ അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തികമായി തന്നെ എല്ലാവിധ പ്രത്യാഘാതങ്ങളും അനുഭവിക്കുന്നത് ഈ തലമുറയാണ്. അവരുടെ ജീവിതം ദുസ്സഹമാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഒരു പ്രതീക്ഷ നൽകുന്ന ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ അവർക്ക് ജനാധിപത്യപരമായിട്ട് സംവിധാനം നിലനിൽക്കുന്നുണ്ട് നമ്മൾ പ്രതീതിയാണെങ്കിൽ പോലും ഏകാധിപത്യ സംവിധാനങ്ങൾക്കെതിരെ രോഷപ്രകടനം അവർ നടത്താൻ തയ്യാറാണ്. വല്ലാത്തൊരു അമർഷം യുവജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇത് നമ്മൾ പലപ്പോഴും പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, യുവാക്കളുടെ ഈ രോഷം. ഇത് ഞാൻ അതിൽ വ്യാഖ്യാനിക്കുകയല്ല, പക്ഷേ നമ്മൾ ഒരു ഘട്ടത്തിൽ അത് ന്യായീകരിക്കുമല്ല. നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ 3 ചെറുപ്പക്കാർ രോഷപ്രകടനം നടത്തിയാൽ നമുക്കറിയാം. അവരെങ്ങനെ അവിടെ എത്തിയെന്നൊക്കെ ദുരൂഹമാണെങ്കിലും അത് 3 ചെറുപ്പക്കാരാണ് രോഷപ്രകടനം. അപ്പോൾ യുവാക്കളുടെ മനസ്സിൽ വല്ലാത്ത രീതിയിൽ രോഷം നിലനിൽക്കുന്നുണ്ട്. ഈ രോഷം നിലനിൽക്കുന്നതിന് കാരണം നമ്മൾ മനസ്സിലാക്കുന്ന ഈ രീതിയിലൊരു ജീവിതാവസ്ഥകൾ അവർ വല്ലാതെ പ്രത്യാഘാതം നേരിടുന്നുണ്ട്. നേരിടുന്നത് സാമ്പത്തിക അരക്ഷിതാവസ്ഥ മാത്രമല്ല, തൊഴിലില്ലായ്മയും. അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചല്ല ഈ ഭരണനേതൃത്വം പെരുമാറുന്നത്. ഭരണനേതൃത്വം പലപ്പോഴും മറ്റേതോ ലോകത്താണ്, അവരുടെ സുഖ സൗകര്യങ്ങളിലാണ്, അവരുടേതായ പ്രശ്നങ്ങളാണ്, അടിസ്ഥാന സൗകര്യ വികസനം പോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർക്കത് ഒരിക്കലും നമ്മൾ ഈ യുവതലമുറ എന്നൊരു പാലം പണിയെന്നുള്ള സമരം ചെയ്യുന്നത്. അവർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന കാര്യം ഭരണാധിപന്മാരുടെ അഴിമതിയിലൊപ്പം തന്നെ സ്വജനപക്ഷപാതം തുടങ്ങിയ വിഷയങ്ങളാണ് സ്വജനപക്ഷപാതം. ഒപ്പം തന്നെ അവരുടെ വംശീയ നിലപാടുകൾ, ഇതിനൊക്കെതിരെയാണ് ശക്തമായിട്ട് യുവതലമുറ പ്രതികരിക്കുന്നത്. നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടു. ഇന്ന് ഇതൊരു ആഗോള ഒരു പ്രതിഭാസമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വലതുപക്ഷ രാഷ്ട്രീയം അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ്. വലതുപക്ഷ രാഷ്ട്രീയം അതിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ആഞ്ഞടിച്ചുകൊണ്ട് അവർ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു. നമുക്ക് കാണാവുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെയാണെങ്കിലും വലതുപക്ഷ രാഷ്ട്രീയം അധികാരത്തെ അവരോധിതമാണ്. അവരൊരു പക്ഷേ ഏതിൻ്റെ ഗുണഭോക്താക്കളാണ്? 2010, 2011 ആ കാലഘട്ടത്തിൽ നടന്ന ഇതുപോലുള്ള വലിയ സമരങ്ങളുണ്ട്. ആ സമരങ്ങൾ അന്നത്തെ വലിയ രോഷപ്രകടനമായിരുന്നു. ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് അവരോധിതമായത് പക്ഷേ വലതുപക്ഷ രാഷ്ട്രീയമാണ്. വലതുപക്ഷ രാഷ്ട്രീയം ഈ രീതിയിൽ അതിൻ്റെ എല്ലാവിധ ഗുണഭോക്താക്കളായി ഈ വലിയ സമരങ്ങളുടെ ഗുണഫലങ്ങൾ അനുഭവിച്ച് അധികാരത്തിൽ വരികയും സ്ഥിതിവിശേഷം നമ്മൾ കണ്ടുകൊണ്ട്, അത് നമുക്ക് അമേരിക്കയിൽ ഉൾപ്പെടെ. പക്ഷേ അവർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിൻ്റെ യഥാർത്ഥ ഫാഷിസ്റ്റ് മുഖം അവർ വ്യക്തമാക്കുകയും, ഒരു അന്തസാരശൂന്യമായ രാഷ്ട്രീയമാണ് ഈ വംശീയവാദികളുടെ. അപ്പോൾ അത് പ്രകടമാക്കുകയും അവർ ജീവിതത്തിൽ ഈ എന്തൊക്കെ തന്നെ പ്രതീക്ഷ ചെയ്യുന്നതിൽ ആൾക്കാർക്ക് വല്ലതും കൊടുത്തിട്ടുണ്ടോ അതൊക്കെ തന്നെ ഒന്നും നിറവേറ്റാൻ പറ്റാതായിരിക്കുകയും കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും കൂടുതൽ സാമൂഹികമായ പ്രതിസന്ധികളിലേക്കും തലമുറയെ തള്ളുകയാണ്. അപ്പോൾ അതിന് രോഷം, അമർഷം യുവാക്കളുടെ മനസ്സിലുണ്ട്. ഏതൊക്കെ രൂപയിൽ പ്രകടിതമാവുന്നു എന്ന് നമ്മൾ നോക്കിക്കാണണം. പക്ഷേ അത് തീർച്ചയായും പ്രകടിതമായത് ഏഷ്യയിൽ നമ്മൾ 2 രാജ്യം തൊട്ട് മുമ്പ് ബംഗ്ലാദേശിൽ പ്രകടിതമായി. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികളുടെ സമരമാണ് നടന്നത്. നമുക്കറിയാം, വിദ്യാർത്ഥികളുടെ സമരം ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിൻ്റെ വളരെ വിവേചനപര രാഷ്ട്രീയം, അവർ നടത്തിയ വിവേചനം, സ്വജനപക്ഷപാതം, അഴിമതി തന്നെയാണ് അവിടെ ഉന്നയിക്കപ്പെട്ടത്. അത് നമ്മൾ കണ്ടു. ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടുന്ന് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, അവർക്ക് രാജ്യം വിടേണ്ടി വന്നു. മാത്രമല്ല, വിദ്യാർത്ഥികളെ ആദ്യം വിദ്യാർത്ഥികളെ കൺഫ്രണ്ട് ചെയ്യാനായിരുന്നു ഷെയ്ഖ് ഹസീന ആദ്യം തീരുമാനിച്ചത്. അവരെ വിദ്യാർത്ഥി രാജ്യദ്രോഹികളെ പോലെ പ്രഖ്യാപിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അവസാനത്തെ സ്ഥിതിവിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് രാജ്യം വിടേണ്ടി വന്നു, ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ നമ്മൾ തൊട്ടുമ്പോൾ ശ്രീലങ്കയിൽ നമ്മൾ കണ്ടു, വലിയ സാമ്പത്തിക മാധ്യമത്തിന് അത് യുവാക്കൾ മാത്രമല്ല, വലിയ ജനങ്ങൾ രോഷപ്രകടനമായി തെരുവിലിറങ്ങുകയും അവിടുത്തെ ഭരണാധികാരികൾക്ക് എന്തുണ്ടായി, സ്ഥലം വിടേണ്ടി വന്നു. അപ്പോൾ ശ്രീലങ്കയിൽ സംഭവിച്ചു. നേപ്പാളിൽ
യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകൾ അധികാരത്തിൽ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിരിക്കുന്നത് പ്രതിപക്ഷ മാവോയിസ്റ്റുകളാണെങ്കിലും ഒരുമിച്ച് സമീപകാലത്തായിട്ട് ഒരുമിച്ച് ചേർന്ന മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകളാണ് KP ശർമ്മ ഒലിയുടെ നേതൃത്വത്തിലുള്ള രാജാധികാരത്തിന് സമരം ചെയ്ത് അധികാരത്തിൽ വന്ന ഒരു മാവോയിസ്റ്റിന് വ്യത്യസ്തമായിട്ടൊരു എന്താ പറയുക ഒരു മധ്യവർത്തി പാത സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകൾ അധികാരത്തിരിക്കുന്നത്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്, അതിൻ്റെ സെക്രട്ടറി കൂടിയായിരുന്ന ആളാണ് KP ശർമ്മ ഒലി. ദീർഘകാല രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ആൾ, വളരെ ബഹുമാനപൂർവ്വം ആൾക്കാർ പക്ഷേ ആ ഭരണവും അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞതാണെന്ന് ഒരു ഉള്ള വിലയിരുത്തലിൻ്റെ പുറത്താണ് വിദ്യാർത്ഥി സമരം. പക്ഷേ ട്രിഗർ ചെയ്ത് നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളുടെ നിരോധനമാണ്. ഈ സാമൂഹ്യ മാധ്യമ നിരോധനം നമ്മൾ വേറെ ഇതിലൂടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. സാമൂഹ്യ മാധ്യമ നിരോധനം എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിനെതിരെ വ്യാപകമായ എതിർപ്പുകൾ, വ്യാപകമായ രീതിയിലുള്ള കാര്യം, ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഏറെക്കുറെ ഉപകാരമുള്ള രാജ്യമാണ് നേപ്പാൾ. കാര്യം അവരെ സംബന്ധിച്ച് അവരുടെ ടൂറിസം പോലുള്ള കാര്യങ്ങൾ മുഴുവൻ കാഴ്ച നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. എങ്കിലും ഗവൺമെൻറ്റിൻ്റെ ശക്തമായ വികാരങ്ങൾ പ്രകടിപ്പിക്കപ്പെട്ടിരുന്ന മുഴുവൻ ഈ മാധ്യമങ്ങളിലൂടെയാണ്, യൂട്യൂബിലൂടെയും മറ്റേ വ്യാപകമായി അപ്പോൾ നിയന്ത്രണവിധേയമാക്കാനുള്ള തീരുമാനം നമ്മൾ നോക്കുന്ന ഈ സാമൂഹ്യ മാധ്യമങ്ങൾ നിയന്ത്രണവിധേയമാക്കാൻ ശ്രമം പല സർക്കാരുകളും പല രീതിയിൽ എടുക്കുന്നുണ്ട്. പല തന്ത്രപര ഇന്ത്യയിൽ നമ്മൾ കാണാൻ സാധിക്കും സാമൂഹ്യ മാധ്യമങ്ങൾ നിയന്ത്രണ വിധേയമാക്കാനുള്ള തീരുമാനങ്ങൾ. ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഈ കോർപ്പറേറ്റുകളെ, ഈ സാമൂഹ്യ മാധ്യമങ്ങൾ കുത്തകയാക്കി വെച്ചിട്ടുള്ള ഫേസ്ബുക്ക്, അവരെല്ലാം നിയന്ത്രണം വിധേയമാക്കണം. അവർക്ക് ഈ ഭരണകൂടങ്ങളായിട്ടൊക്കെ സവിശേഷമായ ബന്ധമുണ്ട്. പക്ഷേ അതിലൂടെ നടക്കുന്ന ആവിഷ്കാരങ്ങളെയും പ്രതിപാദനങ്ങളെയൊക്കെ തന്നെ നിയന്ത്രിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ട്രിഗർ ചെയ്ത കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ മാധ്യമങ്ങൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നവരാ ജൻസി തലമുറയാണ്. അവരെ സ്ഥാനത്ത് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ട്രിഗർ ചെയ്തെങ്കിലും അവതാരത്തെ അത് മാത്രമല്ല, കാരണം അതിൻ്റെ അകത്ത് ഇങ്ങനെ രോഷപ്രകടനത്തിന് അവർക്ക് ന്യായമായിട്ട് അവർ പറയുന്ന കാര്യം ഈ സർക്കാരിനെതിരാണ്. അതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങൾ കാണുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഗവൺമെൻറ് പ്രൈം മിനിസ്റ്റർ രാജ്യം വിട്ട് സൈനിക സഹായത്തോടെ ദുബായിലേക്ക് കടക്കുകയാണ്. അവർ ധനകാര്യമന്ത്രി, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനപ്പെട്ട നേതാവാണ്, തെരുവിൽ ആക്രമിക്കപ്പെടുകയാണ്. അപ്പോൾ അത്രമാത്രം യുവാക്കളുടെ രോഷമുണ്ട്. ആ രോഷം വെറുതെ ഉണ്ടാവുന്നതല്ല, രോഷത്തിന് വലിയൊരു ന്യായമായ കാരണം ഉണ്ടായിരിക്കാം എന്നാണ് ആ ന്യായമായ കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന വിദ്യാർത്ഥികൾ. നമ്മുടെ ബംഗ്ലാദേശ് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും അവർ പറയുന്ന കാര്യം അഴിമതിയും സ്വജനപക്ഷപാതവും ഗവൺമെൻറ് അധികാരപ്രമത്തതയും ഇഷ്ടം പോലെ നടത്താൻ കാര്യം, ഇഷ്ടം പോലുള്ള അവരുടെ പെരുമാറ്റ രീതികളും, അതുപോലെ തന്നെ അവർ ഈ മുദ്രയടിക്കലും. അപ്പോൾ അതിനോടുള്ള ഒരു വലിയ ശക്തമായ പ്രതിഷേധം യുവതലമുറയിലൂടെ നമ്മൾ കണ്ടത്. ഇത് നമ്മൾ ഈ ഏഷ്യൻ പല രാജ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ തിരിച്ച് കുറച്ചുകൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ ടിയാൻമെനൊക്കെ പറയാൻ പറ്റും. അങ്ങനെ ടിയാൻമെനിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ആലോചിക്കുകയാണ്, യുവാക്കളാണ് എല്ലാ കാലത്തും അത്തരം കാര്യങ്ങൾ നമ്മൾ ഏത് ഘട്ടം നോക്കുകയാണെങ്കിലും അമേരിക്കക്കെതിരെ വിയറ്റ്നാം യുദ്ധത്തിനെതിരെയുള്ള വിയറ്റ്നാം യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുള്ളത് നമുക്ക് കാണാം അന്ന് യുവാക്കളാണ്. അപ്പോൾ എല്ലാ കാലം യുവതലമുറ അതിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രതികരണം ഏഷ്യൻ രാജ്യങ്ങൾ ശക്തമായിട്ട് നമ്മൾ കണ്ടുവരികയാണ്. നമ്മൾ വരികയാണെങ്കിൽ ഒരു നോക്കുകയാണെങ്കിൽ അടിയന്തരാവസ്ഥയുടെ ഒരു ഘട്ടത്തെക്കുറിച്ചുകൂടെ ആലോചിക്കുകയാണെങ്കിൽ ജയപ്രകാശ് നാരായണൻ്റെ മൂവ്മെൻറ്റ് യുവാക്കളാൽ സമ്പന്നമായിരുന്നു. അന്നത്തെ യുവാ നേതൃത്വമാണ് നമുക്കറിയുന്നത്. ലാലു പ്രസാദവും മുലായം സാദവും ഒക്കെ ആ കാലത്തെ യുവ നേതൃത്വമാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ചരിത്രം യുവ സമരങ്ങൾക്ക് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ലോകത്തൊട്ടുക്കുള്ള യുവാക്കൾ നടത്തിയ പ്രക്ഷോഭങ്ങളുടെ കൂട്ടത്തിലേക്ക് നേപ്പാളിൻ്റെ ഇതും കൂടി ചേർത്ത് വെക്കാമെന്നാണ് സാർ പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ട്രിഗറായത് സോഷ്യൽ മീഡിയ ബാൻ തന്നെയാണല്ലോ. അതിനു മുമ്പും നാപ്പോ ബേബീസ് എന്നുള്ള പ്രയോഗമൊക്കെ നേപ്പാളിൽ, അതായത് ഈ അധികാരികളുടെ രാഷ്ട്രീയക്കാരുടെയൊക്കെ മക്കൾ ഇങ്ങനെ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നു, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കിട്ടുന്നു, പക്ഷേ സാധാരണക്കാരായ മക്കൾ ഗൾഫിൽ ലേബർ ക്യാമ്പുകളിൽ പണിയെടുക്കുകയാണ്, ഇങ്ങനെയൊക്കെ തുടങ്ങി ഈ ഒരു ഇനീക്വാളിറ്റിക്കെതിരെയുള്ള രോഷം, അതുപോലെ ഈ നെപ്പോട്ടിസത്തിനെതിരെ, ഫേവറേറ്റിസത്തിനെതിരെയുള്ള ഒരു രോഷം വലുതായിട്ടുണ്ടായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തതോടുകൂടി ഇതെല്ലാം ആവിഷ്കരിക്കാനുള്ള ഒരു മേഖല കൂടി നഷ്ടപ്പെടുത്തുകയാണ് എന്നുള്ളൊരു ബോധം അവിടുത്തെ ജൻസി തലമുറക്കിടയിൽ വരികയും അതാണ് ഈ ഒരു കടുത്ത പ്രക്ഷോഭത്തിലേക്ക് നയിക്കുകയും ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളിലേക്ക് നയിച്ചത്. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം തടയപ്പെടുന്നതിനെ ജൻസി തലമുറ അത്രയും ഒരു പ്രാധാന്യത്തോടു കൂടി കാണുന്നുണ്ട് എന്നുള്ളതിന് മനസ്സിലാവും. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നതൊരു കലാസൃഷ്ടി സ്വാതന്ത്ര്യത്തിനപ്പുറം ഇതിനകത്തുണ്ട്. കാര്യം ഈ പുതിയ മാധ്യമം രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ, അധികാരപ്രമത്തതയ്ക്കെതിരെ, ഇതുപോലുള്ള അഴിമതിക്കെതിരെ സാധാരണ മനുഷ്യൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന മാധ്യമം കൂടിയാണ്. ഈ മാധ്യമത്തെ അതിൻ്റെ കാര്യം ഏറ്റവും വലിയ വംശീയ വിദ്വേഷം നടക്കുന്ന ഈ മാധ്യമത്തിലൂടെയാണ്. നമ്മളത് കാണാതിരിക്കേണ്ട. ഏറ്റവും കൂടുതൽ വംശീയ അത് പറയുന്നുണ്ട്. നേപ്പാൾ ഗവൺമെൻറ് ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. കാര്യം വിദ്വേഷത്തിനും കൂടി ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്. അത് ഏത് ഗവൺമെൻറ്റും പറയുന്നുണ്ട്. പക്ഷേ വംശീയ അത് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമാണ്. കാര്യം വംശീയ വിദ്വേഷം വലതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം കൂടിയാണ് ഈ മാധ്യമം. അത് നമ്മൾ കാണാതിരിക്കേണ്ട. പക്ഷേ എങ്കിലും ജനങ്ങളെ പലപ്പോൾ രോഷപ്രകടനത്തിന് അവർക്ക് നേരിട്ട് വേദിയായി മാറുന്നത് ഈ മാധ്യമമാണ്. അപ്പോൾ ആ നിലയിൽ ഈ മാധ്യമം വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. അതിനെ ഒരു മുൻവിചാരമില്ലാതെ ഇങ്ങനെ ബാൻ ചെയ്യുന്ന യുവാക്കളുടെ പുറത്ത് നേരിട്ട് പ്രത്യേകത ഏൽപ്പിക്കുകയാണ്. മാത്രമല്ല ഇത്തരം ഭരണാധികാരിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. കാര്യം ആ സമയത്ത് ഒരു ബാൻ ഒരു ദിവസം രാവിലെ ബാൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് യുവാക്കൾ പിറ്റേ ദിവസം തെരുവിലിറങ്ങുന്ന വിശ്വസിക്കാൻ സാധിക്കില്ല. അവിടെ അമർഷം നിലനിന്നിരുന്നു. നമ്മൾ ബംഗ്ലാദേശിലും കണ്ടിട്ടുണ്ട് ഈ അമർഷം.
നമ്മളിതിനകത്ത് വലിയ സാദൃശ്യമുണ്ട് ബംഗ്ലാദേശ്. ഞാനിത് ഒരേപോലെ നല്ല സമീകരിക്കില്ല, ബംഗ്ലാദേശിനും സാദൃശ്യമുണ്ട്. ആ സാദൃശ്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ പ്രതിസന്ധി, തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ അവിടുത്തെ ഭരണാധികാരികളുടെ മക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും ലഭിക്കുന്ന വലിയ തോതിലുള്ള പിന്തുണ, അവർക്ക് മറ്റ് വിദേശങ്ങളിൽ പോയി പഠിക്കാൻ അവർക്ക് ലഭിക്കുന്ന മറ്റു തരത്തിലുള്ള സാമ്പത്തിക പിന്തുണ, ഇതെല്ലാം സമൂഹത്തിൽ വലിയൊരു ഒരു ഇത് സൃഷ്ടിച്ചുള്ള അസ്ഥിരതയും അതുപോലെ അസമത്വവും സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ അസമത്വത്തിനെതിരെ വലിയ പ്രതിഷേധം ബംഗ്ലാദേശിലുണ്ടായിരുന്നു. ആ ബംഗ്ലാദേശിൻ്റെ അസമത്വത്തിനെതിരെയാണ് അവർ പ്രതിഷേധം ആദ്യം ആരംഭിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയിട്ട് നമ്മൾ ആലോചിക്കണം. അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഈ അസമത്വത്തിൻ്റെ കാരണം. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറ് അവരെ എന്താ പറയുക, രാസക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അധിക്ഷേപിച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കാൻ അവർ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചത്. ബംഗാളിൽ ഈ നമ്മുടെ നേപ്പാളിൽ നമ്മൾ കാണുന്നത് ഇതേപോലെ സാമൂഹ്യമായി നിരോധിച്ചുകൊണ്ടാണ്. ഈ രോഷത്തിൻ്റെ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാണ്. കാര്യം അഡ്രസ്സ് ചെയ്യാൻ പക്ഷേ ഭരണാധികാരികൾ സാധിക്കില്ല. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഷെയ്ഖ് ഹസീന് വ്യത്യസ്തമായിട്ട് നേപ്പാളിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിരിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ചരിത്രമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവോയിസ്റ്റിന് ചരിത്രമുണ്ട്. കാര്യം അവിടെ രാജാധികാരത്തിനെതിരെ രാജാധികാരം ഭീകരമായ രീതിയിൽ അവിടുത്തെ ഒരു സർവാധിപത്യമായിരുന്നു. രാജാധികാരം എല്ലാത്തിലും അസമത്വം നിറഞ്ഞതായിരുന്നു. ആ രാജാധികാരത്തിനെതിരെ ജനാധിപത്യ സമരങ്ങളിലൂടെയാണ് അവിടെ ജനാധിപത്യം സ്ഥാപിക്കപ്പെട്ടത്. അതിന് മുൻകൈയെടുത്ത മാവോയിസ്റ്റുകളെ പോലെ മുൻകൈയെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിപ്പോൾ യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലിസ്റ്റാണ്. അവരാണ് അധികാരത്തിന്. അപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് അതും വളരെ അധികകാലമായിട്ടില്ല, ദീർഘകാലമായിട്ടില്ല. ഇത് മനസ്സിലാക്കാനുള്ള അവർക്ക് പ്രാപ്തിയില്ലെങ്കിൽ എത്രമാത്രം ജനങ്ങളിൽ നിന്ന് യുവാക്കളിൽ നിന്ന് അകന്നാൻ നിൽക്കുന്ന ഭരണാധികാരികൾ. അപ്പോൾ അതാണ് ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടും അറിയില്ല, ഒരു ആരോപണം ഷെയ്ഖ് ഹസീൻ ഉന്നയിച്ചിട്ടുണ്ട്. അത് ബംഗ്ലാദേശിനെ കുറിച്ച് ഉന്നയിച്ച കാര്യമാണ്. കാര്യം അമേരിക്കൻ ഇടപെടലുണ്ട് എന്ന് പറയുന്ന കാര്യം. ഇപ്പോൾ പ്രൊഫസർ യൂനസിനെ അധികാരത്തിൽ കൊണ്ടുവന്നതിൽ അമേരിക്കയുടെ ഇടപെടലെന്ന് ഷെയ്ഖ് ഹസീന പല ഘട്ടത്തിൽ ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചും പറയുന്നുണ്ട് ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഇടപെടൽ. കാര്യം ഇടതുപക്ഷ സർക്കാരാണല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാരാണ് ഇരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാരിന് ഒരിക്കലും ജനങ്ങളെ സമരം ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ അകത്തൊരു അമേരിക്കൻ ഇടപെടലിനെ കുറിച്ചും അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിനെ കുറിച്ചുള്ള ചില ആശയങ്ങൾ പല ആൾക്കാരും പങ്കുവയ്ക്കുന്നുണ്ട്. ഈ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിനെ കുറിച്ച് തീർച്ചയായിട്ടും ഈ നമ്മൾ മനസ്സിലാക്കുന്നിട്ട് ഈ ഫേസ്ബുക്ക് ആണെങ്കിലും ഇതുപോലെ സോഷ്യൽ മീഡിയ നമ്മുടെ ഈ ടൂൾസും അതിൻ്റെ പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെ US ബേസ്ഡാണ്. അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും അതിൻ്റെ അകത്ത്. പക്ഷെ അതുകൊണ്ട് മാത്രം അപ്പോൾ US താല്പര്യം ഇല്ല പറയുന്നില്ല. US പല താല്പര്യങ്ങളും ഏഷ്യയിൽ ഇപ്പോഴൊന്നല്ല. കേരളത്തിൽ വിമോചന സമരത്തിൽ US താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ US താല്പര്യം ഒരു സമരം അവർ ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ അവർക്ക് പലതരത്തിലും അതിനകത്ത് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ടാവും. ഞാനത് ഡിസ്പ്യൂട്ടിൻ്റെ കാര്യം US എന്ന സാമ്രാജ്യത്തിന് ഏഷ്യയിൽ ഒരുപാട് താല്പര്യം പണ്ടേ ഉണ്ട്, സൗത്ത് ഏഷ്യയിൽ പ്രത്യേകിച്ച് താല്പര്യങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം സമരം ഉണ്ടാവില്ല. അപ്പോൾ സമരത്തിന് ന്യായമായ കാര്യമുണ്ട്. അത് അത് അതിലേക്ക് വരികയായിരുന്നു. അതായത് ഇപ്പോൾ മെറ്റയാണെങ്കിലും ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാം ഇതൊക്കെ പെട്ടെന്ന് നിരോധിക്കുമ്പോൾ ഇതിൽ അഭിരമിച്ചുകൊണ്ടിരുന്ന ഒരു തലമുറക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു ബോധോദയം ഉണ്ടാകുന്ന പോലെയൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ പലരും പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ നേപ്പാൾ എന്നത് ചെറിയൊരു രാജ്യമാണ്. ആ നേപ്പാളിൻ്റെ GDP-യേക്കാൾ ഇരട്ടി ലാഭം ടേൺ ഓവറുള്ള കമ്പനികളാണ് ഇവരൊക്കെ. അപ്പോൾ നേപ്പാളിലെ ഒരു ജനാധിപത്യ രാജ്യത്ത് അവിടുത്തെ സർക്കാർ അവിടുത്തെ പൗരന്മാർക്ക് വേണ്ടി ഈ സോഷ്യൽ മീഡിയ ഇവിടെ രജിസ്റ്റർ ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ കംപ്ലയിൻസ് ഓഫീസർ ഇവിടെ വേണം എന്നുള്ള നിബന്ധനകൾ വെക്കുമ്പോൾ ഞങ്ങൾ അതിന് തയ്യാറല്ല എന്ന് പറയുന്ന കമ്പനികളുടെ തിട്ടൂരത്തിന് വേണ്ടിയാണല്ലോ ഈ യുവാക്കളിങ്ങനെ പോരാടുന്നതും മരണം വരിക്കുന്നതും എന്നുള്ള രൂപത്തിലുള്ളൊരു നെഗറ്റീവും അവിടെ വരുന്നുണ്ട്. അല്ല, അത്ര നെഗറ്റീവ് ഉണ്ടാവാം. ഞാനില്ല പറഞ്ഞ കാര്യം, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഫേസ്ബുക്ക് രജിസ്റ്റർ ചെയ്യില്ല എന്നുള്ളതല്ല, ഇതിലൂടെ നടക്കുന്ന ഇപ്പോൾ യൂട്യൂബിലെ ഒരു പ്രത്യേക ചാനൽ ഉണ്ടെങ്കിൽ ആ ചാനൽ രജിസ്റ്റർ ചെയ്യില്ല എന്നുള്ള പ്രശ്നം. അങ്ങനെ യൂട്യൂബ് നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള മാധ്യമങ്ങളൊന്നുമില്ല. അപ്പോൾ യൂട്യൂബിൽ ലഭ്യമായിട്ടുള്ള ഒരു പൊതുമാധ്യമ നിലയ്ക്ക് ആൾക്കാർ അതിന് ഉപയോഗപ്പെടുന്നു. ഫേസ്ബുക്കിലൂടെയാണ് നമുക്ക് അറബ് സ്പ്രിങ്ങിൻ്റെ കാലത്ത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ തീർച്ചയായിട്ടും അതിനകത്ത് അമേരിക്കൻ മാധ്യമങ്ങളാണ്, അമേരിക്കൻ ആസ്ഥാനമായ മാധ്യമങ്ങളാണ്, അവർക്ക് വലിയ കോർപ്പറേറ്റ് മാധ്യമങ്ങളാണ്. അവർക്ക് ഇതിൻ്റെ ഹിറ്റ്സും ലൈക്സൊക്കെ അവർക്ക് അവർക്ക് ഡാറ്റ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്കറിയാം. പക്ഷേ ഈ മാധ്യമം നമ്മുടെ മുമ്പിലുള്ളത് ഇപ്പോൾ ചൈനയിൽ വ്യത്യസ്തമായിട്ട് അവിടെ അവരുടേതായ ഒരു മാധ്യമം സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് ഗൂഗിളല്ല, അവർക്ക് മാധ്യമങ്ങളുണ്ട്. പക്ഷേ ഇത്തരം സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മാധ്യമം യൂട്യൂബ് തന്നെയാണ്. നമ്മൾ യൂട്യൂബിലാണ് നമ്മൾ ബഹുഭൂരിപക്ഷം കമ്മ്യൂണിക്കേഷൻ പല ചാനലുകളും നമ്മൾ സംസാരിക്കുന്നതൊക്കെ തന്നെ. അത് നമ്മുടെ അപ്പോൾ അതിൻ്റെ പുറത്ത് പെട്ടെന്ന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഇന്ത്യയിലും നമ്മുടെ പുതിയ ടെലികോം റെഗുലേഷൻ ആക്ടിൻ്റെ ഭാഗമായിട്ട് പല നിയന്ത്രണങ്ങൾ നമുക്കുണ്ടെന്നറിയാം. അതിനെതിരെ യുവാക്കളുടെ പ്രതിഷേധം. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇത് അഭിരമിക്കുന്ന ഒറ്റ കാരണം കൊണ്ടുണ്ടാകുന്ന പ്രതിഷേധമല്ല. അങ്ങനെയാണ് ഈ ഒരു തലമുറ മുഴുവൻ, ഒരു യുവതലമുറ മുഴുവൻ തെരുവിലിറങ്ങി പ്രതിഷേധിക്കണമെന്നില്ല. കാര്യം അവരെ സീരിയസ് അവർ ഉന്നയിക്കുന്ന പ്രശ്നം ഇത് ബാൻ മാത്രമല്ല, അവരുന്നയിക്കുന്ന പ്രശ്നം അവരനുഭവിക്കുന്ന കുറേ കാലം അനുഭവിക്കുന്ന ഒരു വലിയ അമർഷം കെട്ടിക്കിടക്കുന്നുണ്ട്. അതിൻ്റെ രോഷപ്രകടനമാണ്. ഒരു പെട്ടെന്നൊരു ദിവസം മാത്രമേ സർക്കാർ ഈ ബാനിലേക്ക് എത്തുന്നതിന് കാരണം അത് തന്നെയായിരിക്കണം. കാരണം നിരുപദ്രവമായ ഒരു ഫേസ്ബുക്കിനെ സർക്കാർ പേടിക്കുന്ന ആവശ്യമില്ലല്ലോ. ഈ മാധ്യമം സർക്കാരിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്, ഇതിലുള്ള കമ്മ്യൂണിക്കേഷൻ സർക്കാരിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ആ അസ്വസ്ഥപ്പെടുത്തലാണ് അവരെ നിയന്ത്രണത്തിലേക്ക് നയിപ്പിക്കുന്നത്. ആ നിയന്ത്രണം അവർ പറയുന്ന വിദ്വേഷം എന്നൊക്കെ പറയും. പക്ഷേ വിദ്വേഷം ഇതിനെക്കുറിച്ചാണ്, സർക്കാരിനുള്ള രോഷപ്രകടനത്തെയാണ് വിദ്വേഷമായി വ്യാഖ്യാനിക്കുന്നതൊക്കെ ഇനി മനസ്സിലാക്കേണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതുപോലൊരു ചില അഭിപ്രായ പ്രകടനങ്ങൾ ജനകീയ അഭിപ്രായ പ്രകടനം നടക്കുന്നുണ്ട്. അപ്പോൾ യുവാക്കളുടെ സന്ദേശം വലിയ രീതിയിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് അറിയാം. അത്
തീർച്ചയായിട്ടും ഇത് എതിർത്ത് ഭയപ്പെടുത്തുന്നുണ്ടാവണം. എനിക്ക് തോന്നുന്നു നമ്മുടെ യുവാക്കളോട് പൊതുവെ നമ്മുടെ ഭരണകൂടങ്ങൾ പുലർത്തുന്ന സമീപനം എന്താ, രാജ്യഭ്രഷ്ടരാക്കുക, അവരെ ഭീകരവാദികളാക്കുക, അവരെ ജയിലിലടക്കുക, പറ്റുമെങ്കിൽ കൊല്ലുക. ഇതൊക്കെ നമ്മൾ ലോകത്ത് പല സ്ഥലത്തും നടക്കുന്ന കാര്യം, നമുക്കറിയാവുന്ന കാര്യമാണ്. എത്രയോ യുവാക്കൾ ജയിലിലാണ്. ഒറ്റ കാര്യം കൊണ്ട് സമരത്തിൽ അവർ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു. അവർ ഏറ്റവും അഹിംസാത്മകമായ നിലപാടെടുത്തവരെ പോലും ജയിലിൽ കിടക്കുന്നത്. എന്തുകൊണ്ട് പേര് പറയാൻ മടിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാവുന്ന കാര്യം, നമ്മൾ ഉമർ ഖാലിദ്, നമുക്ക് എന്തുകൊണ്ട് ജാമ്യം ലഭിക്കുന്നില്ല നിയമ നടപടികളുണ്ടായിരിക്കും. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും കാലം ജാമ്യം ലഭിക്കുന്നതിനുള്ള കാര്യം ഒരു പൊതു പ്രശ്നമായിട്ട് പലരും ഉന്നയിക്കപ്പെട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ പൗരത്വ ഭേദഗതി സമരത്തിൽ പങ്കെടുത്തു എന്ന കാരണം കൊണ്ട് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ യുവാക്കൾ പല ആൾക്കാർ രീതിയിൽ ഇപ്പോൾ ഒരു സർക്കാരിൻ്റെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയാവുകയും ജയിലിലടക്കപ്പെടുന്നു. അപ്പോൾ ഇത് സമാനമായ സ്ഥിതി നമ്മൾ മനസ്സിലാക്കുന്ന ഇവിടെയുമുണ്ട് ഇപ്പോൾ ഇതുപോലെ. അപ്പോൾ അതിനെതിരെ വലിയ ഒരു രോഷപ്രകടനം നടന്നതാണ്. ആ രോഷപ്രകടനത്തെ നമ്മൾ തള്ളിക്കളയാതെ അതിനകത്തുള്ള അതിൻ്റെ കാര്യകാരണം മനസ്സിലാക്കാൻ ഒരു ജനാധിപത്യ സർക്കാർ ബാധ്യതയുണ്ട് തീർച്ചയായിട്ടും. കാര്യം ജനാധിപത്യ സർക്കാർ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പോകുമ്പോഴാണ് ഈ രോഷപ്രകടനം ഉണ്ടാകുന്നത്. ആ രോഷപ്രകടനം എപ്പോഴും ഉണ്ടാകുന്നു ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇലക്ട്രൽ ഓട്ടോക്രസി എന്ന് വിളിക്കുന്ന പോലെ സ്ഥിതിയിലേക്ക് മാറണം. അപ്പോൾ ആ രോഷപ്രകടനം ഉണ്ടാകുന്നു, യുവാക്കളുടെ രോഷപ്രകടനം. ആ രോഷത്തിന് അവർ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു സോഷ്യൽ മീഡിയ ഒരു ദിവസം ബാൻ ചെയ്തു പിറ്റേ ദിവസം ഈ രീതിയിൽ വലിയൊരു രോഷപ്രകടനം ഉണ്ടാകും. ഒരു ധനകാര്യമന്ത്രിയെ തെരുവിലിട്ട് നേരിടാനും പോകുന്നില്ല. അപ്പോൾ ദീർഘകാലം നിൽക്കുന്ന മനസ്സിൽ കിട്ടിക്കിടക്കുന്ന യുവാക്കളുടെ മനസ്സിൽ വലിയൊരു അമർഷമാണത്. അമർഷം അവർ കാര്യം പറയുന്നുണ്ടല്ലോ, കാര്യം സർക്കാർ ജനവിരുദ്ധമായിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യത്തെ കോർപ്പറേറ്റ് മാധ്യമങ്ങളാണ് അവർക്ക് അവരുടെ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത്. പക്ഷേ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ ഒരുപക്ഷം ജനങ്ങളുടെ രോഷപ്രകടനത്തോടായിരിക്കും അവർക്ക് താല്പര്യം. അവർക്ക് സർക്കാരിനോട് ചേർന്ന് നിൽക്കാനും സർക്കാരായിട്ട് താല്പര്യമായിരിക്കും കൂടുതൽ കാണിക്കുക. അവർക്ക് എന്തെങ്കിലും അവരുടെ ഭാഗത്തേക്ക് എന്തെങ്കിലും തിരിച്ചറിവ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരാദ്യം ചെയ്യുന്ന കാര്യം സർക്കാരായിട്ട് എങ്ങനെയൊക്കെ തരത്തിൽ നമുക്ക് പല ഘട്ടത്തിലും കണ്ടുണ്ട്. ഫേസ്ബുക്ക് ആണെങ്കിലും മെറ്റയാണെങ്കിലും ഏതൊക്കെ തരത്തിലാണ് സർക്കാരുകളെ ഒരു സന്ധിയിൽ ഏർപ്പെട്ട് അവരെ നിലനിൽപ്പിന് വേണ്ടി അവർ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അവർ ഇപ്പോൾ പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇതിലൂടെ ഒരു ആവിഷ്കാരം നടന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ജൻസിയുടെ. പക്ഷെ നമ്മളിതിൻ്റെ അകത്തൊരു കാണേണ്ട കാര്യം, ഈ ലോകത്ത് നിലക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയം എന്ന് വിളിക്കുന്ന സാധനത്തിന് ഒരു എതിർദിശയിലൂടെ ഒരു യുവാക്കളുടെ ഒരു പ്രതിഷേധം ആർത്തിരമ്പുന്നുണ്ട്. അതെവിടെയൊക്കെ പ്രകടമായി എന്നുള്ളത് നമ്മൾ നോക്കിയാൽ പല സ്ഥലത്തും പ്രകടമായിട്ടുണ്ട്, പല സ്ഥലത്തും പ്രകടമാകാതെ പോയിട്ടുണ്ട്. പക്ഷേ ഒരു രോഷം അകത്തുണ്ട്. ആ രോഷത്തിൻ്റെ കാര്യകാരണങ്ങൾ എന്തുകൊണ്ട് ഇയാൾക്ക് ഇത്രമാത്രം അവർ രോഷം പ്രകടിപ്പിക്കുന്നു, എന്താണ് അതിൻ്റെ കാരണം? ആ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ചില വസ്തുക്കളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. വലിയ തോതിലുള്ള മുരടിപ്പ്, അരക്ഷിതാവസ്ഥ, തൊഴിലില്ലായ്മ, അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വന്ന അസമത്വം, ഇതൊക്കെ കാരണമാണ്. ഇത് ലോകത്തെല്ലാം സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അത് കാണാതിരിക്കാൻ പറ്റില്ല. അത് ഏത് രീതിയിലാണ് പ്രകടിതമാവുക, ഒരുപക്ഷെ അത് നേതൃത്വം അതൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന കാര്യം, നമ്മൾ സോവിയറ്റ് യൂണിയൻ വീഴുന്ന കാലം നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഒരു ട്രിഗർ ചെയ്യാൻ ഇവൻ്റ് ആയിരിക്കും. ഇപ്പോൾ ചെഷസ്ക്യൂ വീണ് നമ്മൾ നോക്കിയാൽ നമ്മളെ വീഡിയോ ഫോട്ടോ ട്രിഗർ ചെയ്യുന്നൊരു ഇവൻ്റ് ആയിരിക്കും. പക്ഷേ അതിലൂടെ ജനങ്ങളുടെ രോഷപ്രകടനം അത് എവിടെ സംഭവിക്കാം. ഒരു ചെറിയ ഇവൻ്റിന് ട്രിഗർ ചെയ്യുക, പക്ഷേ ഈ രോഷം മുഴുവൻ അണപൊട്ടി ഒഴുകുകയാണ് ചെയ്യുക. അധികാരത്തിന് അണപൊട്ടി ഒഴുകുകയാണ് ചെയ്യുന്നത്. അതിന് പ്രത്യാഘാതങ്ങളുണ്ടായിരിക്കാം, ഞാൻ ഇല്ല പറയുന്നില്ല. കാരണം ഇതിന് ശേഷം ആരധികാരത്ത് വരും, ഏതൊക്കെ സൈനിക മേധാവികളായിരിക്കും സൈനികരെ പിടിച്ചടക്കും, ഇതൊക്കെ പ്രശ്നം. പക്ഷേ ഈ ജനാധിപത്യ സർക്കാർ എന്താ മനസ്സിലാക്കേണ്ടത്, ഇത്തരം പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനാധിപത്യപരമായിട്ട് ഈ സമരങ്ങളെ സമീപിക്കാനും ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനും അതിന് പരിഹാരം കാണാം. അല്ലെങ്കിൽ എന്താണ്, ഇവരൊക്കെ തന്നെ ഈ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് തന്നെ നാട് വിട്ട് പോകേണ്ട സ്ഥിതി ഉണ്ടാവും. ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇതിനെ ഒരു കാരണവശാലും വില കുറച്ച് കാണാൻ പറ്റില്ല. കാര്യം വളരെ വളരെ വില കുറച്ച് കാണില്ല, വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം വളരെ ഗൗരവത്തോടെ കാണണം. കാരണം ശ്രീലങ്കയിൽ നമ്മൾ കണ്ടു, ബംഗ്ലാദേശിൽ കണ്ടു, നേപ്പാളിൽ കണ്ടു. ഇതിലൊക്കെ തന്നെ രോഷപ്രകടനത്തിൻ്റെ പൊതു സ്വഭാവമുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ള ജനാധിപത്യവാദിയെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. ഇപ്പോൾ നേപ്പാളിലാണെങ്കിലും തന്നെ സോഷ്യൽ മീഡിയ ബാൻ അവർ പിന്നീട് നീക്കം ചെയ്തു. പക്ഷേ എന്നിട്ടും പ്രക്ഷോഭകാരികൾ സർക്കാർ രാജിവെക്കണം എന്നുള്ള നിലയ്ക്ക് തന്നെ തുടരുകയും അങ്ങനെ പ്രധാനമന്ത്രി രാജിവെക്കുകയും ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന് ഇതിന് ഇപ്പോൾ ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യാൻ ഒരാളില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതായത് ഇതിനിങ്ങനെ ഒരു ലീഡർഷിപ്പ് ഹയറാർക്കി ഇങ്ങനെ ഒരു സ്വഭാവത്തിലല്ല സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നിലവിലുള്ള അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഉപയോഗിക്കാൻ കഴിയുന്ന സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരണങ്ങൾ നടത്തുന്നു, അതുവഴി ആളുകൾ ഒരുമിച്ച് കൂടുന്നു. അതായത് ഇങ്ങനെ ഒരു ലീഡർഷിപ്പിൻ്റെ ഹയറാർക്കി ഒന്നുമില്ല. ഇങ്ങനെ തുടങ്ങിയ ചില സവിശേഷതകൾ കൂടി ഈ ഒരു ജൻസി കാലത്തെ സമരങ്ങൾക്കുണ്ട്, ഇങ്ങനെയുള്ള പ്രത്യക്ഷ പ്രക്ഷോഭങ്ങൾക്കുണ്ടല്ലോ. അതിൽ നിന്ന് ലോകത്ത്
ഇങ്ങനെ ഒരു ഏകാധിപത്യ സ്വഭാവത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ ഭരണാധികാരികൾ ഇപ്പോൾ പല രാജ്യത്തുണ്ട്. ഇവരെന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ല, അവരെന്ത് മനസ്സിലാക്കും എന്നുള്ള നമുക്ക് ദുരൂഹമാണ്. കാര്യം അവരുടെ മനസ്സിനെ കുറിച്ച് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. നമുക്ക് പക്ഷേ ജനാധിപത്യത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമുക്ക് ചില കാര്യം പറയാൻ പറ്റും. കാര്യം ഇതൊരു പ്രവണതയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇത് സത്യം പറയുകയാണെങ്കിൽ നമ്മളങ്ങ് നോക്കുകയാണെങ്കിൽ ഇത് 20 നൂറ്റാണ്ടിലെ മാത്രം പ്രവണതയില്ല. ഇതുപോലെ പ്രതിഷേധങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തിന് പല ഘട്ടങ്ങളിലും അണപൊട്ടി ഒഴുകിയിട്ടുണ്ട്. ഇതുപോലെ പ്രതിഷേധങ്ങൾ അണപൊട്ടി ഒഴുകിയിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ അകത്തല്ല. സംഘടനാ രൂപങ്ങളനുസരിച്ച് വിപ്ലവം നടന്നിട്ടുണ്ട് പല സ്ഥലങ്ങളും. ഇപ്പോൾ നമുക്ക് റഷ്യയിൽ നടന്നതും സോവിയറ്റ് യൂണിയനും ഇറാനിൽ നടന്നൊക്കെ സംഘടനാ സ്വഭാവമാണ് അതിൻ്റെ വിപ്ലവം നടന്നതിൽ. പക്ഷേ ചില സ്ഥലത്ത് വിപ്ലവപരമായിട്ട് ഭരണകൂട സ്ഥാപനം നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചൈനയിൽ നടന്നു, ഇറാനിൽ നടന്നു, അതിന് മുമ്പ് സോവിയറ്റ് യൂണിയൻ റഷ്യയിൽ നടന്നു. പക്ഷെ അങ്ങനെ നടക്കണം. പക്ഷേ ജനരോഷം അണപൊട്ടി ഒഴുകും. അത് മുമ്പും നടന്നിട്ടുണ്ട്, പല സ്ഥലങ്ങളും നടന്നു. അതിന് നേതൃത്വപരമായിട്ട് സംഘടന സംവിധാനം ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രോഷപ്രകടനം ആ രോഷം നിലനിൽക്കുന്നുണ്ട്. ആ രോഷത്തിന് ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംവിധാനത്തിൻ്റെ അകത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ്. ആ ദുരിതത്തിൻ്റെ വേറെ രീതിയിൽ പ്രതിഫലിക്കുകയാണ്. കാര്യം എല്ലാ കാലത്തും യുവാക്കൾ തന്നെയാണ് അതിനൊരു ആവിഷ്കാരം നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? സർക്കാരുകൾ ജനവിരുദ്ധമായിരിക്കുന്നു. അവരുടെ താല്പര്യങ്ങൾ ജനകീയമെന്ന പേരിൽ അവർ പ്രകടിപ്പിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ വൻകിട പദ്ധതികളിൽ താല്പര്യം പ്രകടിപ്പിക്കും. ഇതൊന്നും ഒരു സമരവും നമ്മുടെ എവിടെയും ഒരു സമരവും തന്നെ ഒരു എന്താ പറയുക, ഒരു എയർപോർട്ട് പണിയാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു പാത പണിയാൻ വേണ്ടി സമരം നടത്താൻ നമ്മുടെ അറിവിലില്ല. അപ്പോൾ ജനങ്ങൾ ആ പ്രശ്നം അഭിമുഖീകരിക്കുന്നത്. ഭരണാധികാരികളുടെ പ്രശ്നം അതാണ്. ഭരണാധികാരികൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നതാണ് അതുപോലുള്ള വൻകിട വികസന പദ്ധതികൾക്ക് ഇൻഫ്രാസ്ട്രക്ചറുമാണ് താല്പര്യം കൊടുക്കുന്നത്. അതേസമയം യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ, യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് അഭിമുഖീകരിക്കുന്ന അരക്ഷിതാവസ്ഥ, മറ്റുള്ള സാമ്പത്തിക പ്രതിസന്ധി, അസമത്വം, അതുപോലെ അവർ കാണുന്ന വിധത്തിലുള്ള സ്വജനപക്ഷപാതം, മന്ത്രിമാരുടെ മക്കൾക്കും മന്ത്രിമാരുടെ ബന്ധുക്കൾക്കും എല്ലാം തന്നെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു, പല ബിസിനസ്സുകളിൽ ഏർപ്പെടാനും പല മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം കിട്ടുന്നു. അതേസമയം ഒരുപാട് പേർക്ക് തൊഴിൽ രഹിതരായി മാറുന്നു. ഈ ഒരു യാഥാർത്ഥ്യമാണ് മുന്നിൽ നിൽക്കുന്നത്. ആ യാഥാർത്ഥ്യത്തെയാണ് ജനാധിപത്യ സർക്കാരുകളും ജനാധിപത്യ നേതൃത്വവും മനസ്സിലാക്കേണ്ടത്. അതെന്തുകൊണ്ടുണ്ടാവുന്നു? ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ താരതമ്യം, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വോട്ട് തട്ടിപ്പറിക്കപ്പെടുന്നു എന്നൊരു ധാരണ വരികയാണെങ്കിൽ അത് വലിയ രോഷത്തിൻ്റെ കാരണമാണ്. കാര്യം നമ്മുടെ ഏറ്റവും വലിയ അവകാശം തട്ടിപ്പറിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ലോകത്ത് എവിടെയുണ്ടാവാം. എന്നിട്ട് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് ശൂന്യതയിൽ പ്രവർത്തിക്കുന്നതല്ല. ജനാധിപത്യം എപ്പോഴും പ്രവർത്തിക്കുക ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെസ്പോൺസീവ് അല്ലാതായി കഴിഞ്ഞാൽ ജനാധിപത്യ സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് പാർലമെൻ്റ് ആയിക്കോട്ടെ, കോടതി ആയിക്കോട്ടെ, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെസ്പോൺസീവ് അല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അണപൊട്ടി ഒഴുകും. ഈ സ്ഥാപനങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു ഈ വിഷയങ്ങളോട്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ റെസ്പോണ്ട് ചെയ്യും. ജനങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഓരോ സ്ഥാപനം നിൽക്കുമ്പോൾ ആ പ്രതിഷേധം അതിൻ്റെ അകത്ത് ഇല്ലാതായി പോകും. കാര്യം അവരുടെ പ്രശ്നങ്ങൾ പക്ഷേ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുമ്പോൾ എന്തുണ്ടാവുന്നു? അത് അവിടെ തളം കെട്ടി നിൽക്കുമ്പോൾ ഒരു മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ ട്രിഗറിങ് മൊമെൻറ്റ് അത് പൊട്ടിപ്പുറപ്പെടും. നമ്മൾ സോവിയറ്റ് യൂണിയനിൽ കണ്ടതാണ്. സോവിയറ്റ് യൂണിയൻ പല കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യങ്ങളും നമ്മൾ കണ്ടതാണ്. നമ്മൾ റൊമാനിയയിൽ കണ്ടതാണ്. ആ പൊട്ടിപ്പുറപ്പെടും. കാര്യം അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഇവരുടെ പ്രതിഷേധങ്ങൾ, ഇവരുടെ വികാരങ്ങൾക്ക്, ഇവരുടെ വിചാരങ്ങൾക്ക്, ഇവരുടെ അനുഭവങ്ങൾക്ക്, ഇവരുടെ ദുരിതങ്ങൾക്കൊന്നും ഒരു അഡ്രസ്സ് ഒരു സ്ഥാപനവും ഇല്ല. അതിനോടൊക്കെ തന്നെ വളരെ വിരുദ്ധ മനോഭാവം വരികയാണ്. ഭരണാധികാരികൾ അവരുടെ ലോകത്ത് സുഖലോലുമായി ഇരിക്കുകയെന്ന് മാത്രമല്ല, അവർ അന്ധരായിരിക്കുകയാണ്. കാര്യം അവർക്ക് മനസ്സിലായ യഥാർത്ഥം നടത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുച്ഛവരുമാനക്കാരുടെ സമരം മനസ്സിലാകാൻ എന്തായി ഇവർ സമരം ചെയ്യുന്നത്? കാര്യം അവരെ അങ്ങേയറ്റത്തെ എന്താ പറയുക ദയനീയ അവസ്ഥ, നിർധനമായ അവസ്ഥയാണ് അവരെ സമരത്തിലേക്ക് നയിക്കുന്നത്. ആ നിർധനാവസ്ഥ പരിഹരിക്കാൻ ബാധ്യതപ്പെട്ട ഭരണാധികാരി നിസ്സംഗമായി നിന്നാൽ എന്ത് സംഭവിക്കും? അത് ഏതെങ്കിലും ഘട്ടത്തിൽ അമർഷമായിട്ട് പൊട്ടിപ്പുറപ്പെടും. ആ അമർഷം അവിടെ ഉണ്ടാകുമ്പോൾ രോഷമായി പൊട്ടിപ്പുറപ്പെടും. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ ഇതിന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും നമ്മൾ അനുഭവത്തിൽ കണ്ട കാര്യം, ഈ സമരത്തിന് നിങ്ങൾ പറഞ്ഞ സംഘടനാ രൂപമില്ല, അല്ലെങ്കിൽ അവർക്കൊരു പ്രത്യേക അജണ്ടയില്ല. എന്താണ് വരാൻ പോകുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മുമ്പ് കണ്ട വിപ്ലവങ്ങളെല്ലാം കൃത്യമായിട്ട് വരാൻ പോകുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച്, വരാൻ പോകുന്ന ഭരണകൂടത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതതില്ല. ഇത് നിലവിലുള്ള സർക്കാരിനെ താഴെ ഇറക്കുക, ആ സർക്കാരിനെ മൃഗീയമായി ആക്രമിക്കുക, അതിലെ ഭരണാധികാരിയെ നാട് കടത്തുക, അല്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ ഇതിലാണ്. അപ്പോൾ അടുത്തൊരു റോഡ് പ്ലാൻ അവർക്ക് പലപ്പോഴും കാണില്ല. അതൊരു ഗൗരവമായൊരു വിഷയം തന്നെ. ആ റോഡ് പ്ലാൻ ഇല്ലാത്തത് പലപ്പോഴും സംഭവിക്കുന്ന വെച്ചാൽ, ആ റോഡ് പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് സൈനിക നേതാക്കൾ അധികാരത്തിൽ വരുന്നു, വലതുപക്ഷ അധികാരത്തിൽ വരുന്നു, തീവ്ര വലതുപക്ഷ അധികാരത്തിൽ വരുന്നു. കാര്യം പലപ്പോഴും ഇതിന് ഗുണഭോക്താക്കളായി വരുന്ന ഇടതുപക്ഷം അല്ലെങ്കിൽ അതുപോലെ പുരോഗമന രാഷ്ട്രീയമൊന്നുമല്ല, മറിച്ച് വരുന്ന തീർത്തും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം ഇതിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പല സ്ഥലത്തും കണ്ടതാണ്. കാര്യം റിസൾട്ട് അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷം അല്ലെങ്കിൽ സൈനിക മേധാവികളുടെ അധികാരത്തിൽ വരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ വലിയ രോഷം നമ്മൾ നിലനിൽക്കുന്നുണ്ട്. അത് ഏഷ്യൻ പല രാജ്യങ്ങളിലും ഈ അമർഷം നിലനിൽക്കുന്നതാണ് നമ്മുടെ ഒരു അനുഭവത്ത് മനസ്സിലാക്കാൻ കാര്യം. അത് ഏതൊക്കെ രീതിയിൽ ജനാധിപത്യ ബോധമുള്ള ഭരണാധികാരികൾ ഇതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നു, ഈ പ്രശ്നം മനസ്സിലാക്കി യുവാക്കൾക്ക് പ്രശ്നമുണ്ടെന്നും അവർ പ്രതിഷേധത്തിലാണെന്നും അവർ ഗൗരവമായൊരു വിഷയത ഉന്നയിക്കുകയാണെന്നും അതിനെ ബാൻ ചെയ്യാതെ, അതിനോട് വളരെ എന്താ പറയുക ഒരു നിഷേധാത്മക രീതിയിൽ സമീപിക്കാതെ അതെന്താണ് രാജ്യത്തിനോട് പറയുന്ന കാര്യം മനസ്സിലാക്കാനാണ് ജനാധിപത്യ സംവിധാനം, ജനാധിപത്യ സർക്കാരും ജനാധിപത്യവാദികളും ജനാധിപത്യ നേതൃത്വവും ശ്രമിക്കുക.
അതില്ലായിരുന്നു എന്നാണ് നമുക്ക് ബംഗ്ലാദേശ് മനസ്സിലാക്കുന്ന കാര്യം. അതായിരുന്നു ഇല്ലായിരുന്നു നേപ്പാൾ മനസ്സിലാക്കാൻ, അതായിരുന്നു നമുക്ക് ശ്രീലങ്കയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഭരണാധികാരിയെ സംബന്ധിച്ച് വലിയൊരു പാഠം എൻ്റെ കത്തുണ്ട്. ഈ രോഷം അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ടാവില്ല. ഈ സമരവും ഈ രോഷവും പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ടാവില്ല. അതിൻ്റെ സൂചനകളായിരിക്കും ഉണ്ടായിരിക്കുക. ചില സമയങ്ങളിൽ അതിൻ്റെ സൂചന ഉണ്ടായിരിക്കും. ആ സൂചനകളിൽ നിന്ന് പാഠം പഠിക്കേണ്ടതുണ്ട്. കാര്യം ജനാധിപത്യത്തിന് ജനാധിപത്യത്തിന് ബദലില്ല. ജനാധിപത്യം തന്നെയുള്ളൂ. അതുകൊണ്ട് അതെങ്ങനെയാണ് പ്രശ്നം അഡ്രസ്സ് ചെയ്യേണ്ടത്, ഇവരുടെ പ്രശ്നം റിയൽ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് അസമത്വമായിരിക്കാം, ദാരിദ്ര്യമായിരിക്കാം, അതുപോലെ തന്നെ തൊഴിലില്ലായ്മയായിരിക്കാം. ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്നും ആ സാമ്പത്തിക മാന്ദ്യം ഏതൊക്കെയോ തലത്തിൽ സമൂഹത്തിൻ്റെ പല മേഖലകളിലേക്കും അരിച്ചിറങ്ങണമെന്നും ആ വലിയ തോതിലുള്ള അത് ജീവിതത്തെ ദുസ്സഹമാക്കുന്നുണ്ടെന്നും മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം. ജനാധിപത്യപരമായ പരിഹാരം. അതിനെ അടിച്ചമർത്തി ജയിലിടുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ രാജ്യഭ്രഷ്ടരാക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ രാജ്യദ്രോഹികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതല്ല. അതിന് ഒരു ജനാധിപത്യ മാർഗം കണ്ടെത്തിയേ പറ്റും. അല്ലെങ്കിൽ ഈ രോഷത്തിൽ നമ്മൾ കാണുന്ന വേറെ കാര്യമുണ്ട്. ഈ നമ്മൾ കാണുന്നൊരു ഒരു കാഴ്ച പറഞ്ഞാൽ അതൊരു വല്ലാത്ത അരാജകത്വത്തിൻ്റെ കാഴ്ചയാണ്. ഒരുപക്ഷെ വളരെ ഹിംസാത്മകമായ കാഴ്ചയാണ്. ധനകാര്യമന്ത്രിയെ ഈ യുവാക്കൾ തെരുവിലിട്ട് കൈകാര്യം ചെയ്യുന്ന കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. പാർലമെൻറ്റ് തീയിടുന്നു. ചെഷസ്ക്യൂവിനെ നമ്മളറിയാം, വെടിവെച്ച് കൊല്ലാണ്. അപ്പോൾ നമ്മളിത്ര ഏകാധിപതികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നവരൊക്കെ തന്നെ ഈ രോഷത്തിന് വിധേയമാണ് ചെയ്യുന്നത്. അത് അവർ മനസ്സിലാക്കണം ബാധ്യതയുണ്ട്. കാര്യം ആ രോഷമാണ് നിൽക്കുന്നത്, ഈ രോഷപ്രകടനമാണത്. പക്ഷെ അവർക്കൊരു ബ്ലൂ പ്രിൻ്റ് ഒന്നുമില്ല. കാര്യം ഇന്നാണ് പുതിയ ഭരണ സംവിധാനം ഇങ്ങനെ ഒരു ബ്ലൂ പ്രിൻ്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല. കാര്യം ആ ബ്ലൂ പ്രിൻ്റ് ഇല്ലാത്ത പല പ്രത്യേകതകൾ കാരണമുണ്ട്. പക്ഷേ ഇങ്ങനെ ഇതിന് നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണ്ടേ. എന്നാലും നമുക്ക് ജനാധിപത്യപര പരിഹാരമുള്ളൂ. അപ്പോൾ ജനാധിപത്യപര പരിഹാരങ്ങൾ ഇതിനുള്ളൂ. ഏകാധിപത്യമായ പരിഹാരങ്ങളില്ല. ഏകാധിപത്യമായാണ് പരിഹരിക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. നമ്മൾ ഈ കണ്ട സമരങ്ങളെല്ലാം നേരിടാൻ ശ്രമിച്ച ഏകാധിപത്യ രീതികൾ, പട്ടാളത്തിറക്കി, പോലീസ് ഇറക്കി, അല്ലെങ്കിൽ അതിക്രൂരമായി വെടിവെച്ച്, അതൊക്കെ തന്നെ പരാജയപ്പെട്ടുള്ളൂ. ജനാധിപത്യത്തിന് സംസാരിക്കും. അപ്പോൾ നേരത്തെ ചോദിച്ച പ്രസക്ത ചോദ്യം, ആരോട് സംസാരിക്കും? അതിന് മുൻകൂട്ടി മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ശക്തമായി കഴിഞ്ഞാൽ സംസാരിക്കാൻ പല വേദികളുണ്ടാവും. ഒരാൾക്കാരോട് സംസാരിക്കും. നമ്മുടെ ജനാധിപത്യത്തിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സിവിൽ സമൂഹ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, കോടതി പോലെ സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ നമ്മൾ പലരോടും സംസാരിക്കുകയാണ് ചെയ്യുന്നത്. പല ആൾക്കാരും പല ഘട്ടം സംസാരിക്കുകയാണ്. അപ്പോൾ ആ സംഭാഷണം ഒരു തലത്തിലല്ല, ബഹുതലത്തിൽ സംഭാഷണം നടക്കും. ആ സംഭാഷണത്തിൻ്റെ പ്രതിഫലനം സമൂഹത്തിലുണ്ടാവും. അതില്ലാതാവുമ്പോഴാണ് ഈ രോഷം അണപൊട്ടി ഒഴുകുന്നത് ഒരുമിച്ച്. അതോടൊപ്പം തന്നെ അവസാനമായിട്ട് ഇപ്പോൾ നേപ്പാൾ താരതമ്യേന ചെറിയൊരു രാജ്യമാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ജനാധിപത്യം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. പല സ്ഥലത്തൊക്കെ ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ ജൻസി യുവാക്കൾ കമ്മ്യൂണിസത്തിനെതിരെ എന്ന രൂപത്തിൽ പോലും ചില നെറേറ്റീവുകൾ വരുന്നുണ്ട്. ഈ നേപ്പാളിൻ്റെ സംഭവത്തെ നമ്മൾ അങ്ങനെ അങ്ങ് കൂട്ടിക്കെട്ടാൻ കഴിയും? അല്ല, നമുക്ക് അതിൻ്റെ അകത്ത് കമ്മ്യൂണിസ്റ്റിനെ ഇപ്പോൾ നമ്മൾ ചെഷസ്ക്യൂവിനെതിരെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് സമരമായിരുന്നു നടത്തിയത് അങ്ങനെ നോക്കുകയാണെങ്കിൽ. പക്ഷേ ചെഷസ്ക്യൂ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്. അദ്ദേഹത്തെ ഈ ചെഷസ്ക്യൂവിനെ കമ്മ്യൂണിസ്റ്റുകാരൻ വിളിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മേത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റ് ലേബൽ ഒട്ടിച്ചുകൊണ്ട് ആരും കമ്മ്യൂണിസ്റ്റുകാരനാവില്ല. കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു നിലനിന്നത്. അവിടെ നിലനിന്ന ഏകാധിപത്യ. ഈ ചെഷസ്ക്യൂവിൻ്റെ ഭരണം വീഴുന്നതിന് തൊട്ടു മുമ്പേ ചെഷസ്ക്യൂവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോയിരുന്നു CPM, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. CPM നേതാക്കളോടെ പോയിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അവർ വിചാരിച്ചു ചെഷസ്ക്യൂ തുടരുന്നതാണ്. 2 ആഴ്ച കഴിഞ്ഞില്ല, ചെഷസ്ക്യൂ താഴെ പോയി, ചെഷസ്ക്യൂ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ കമ്മ്യൂണിസവും തൊഴിലാളി വർഗ്ഗ രാഷ്ട്രീയവും അല്ലെങ്കിൽ ജനാധിപത്യം ആയിരിക്കില്ല. അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ പ്രശ്നം തന്നെയാണ് നിൽക്കുന്നത്. ജനാധിപത്യം തന്നെയാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം. ജനാധിപത്യം പലതിനുള്ള മറുപടിയാണ്. ജനാധിപത്യം തുറന്ന സംവാദത്തിനുള്ള മറുപടിയാണ്. നിങ്ങൾ തുറന്ന് സമ്മതിക്കാൻ തയ്യാറാവും, നിങ്ങൾ ജനങ്ങളെ പ്രശ്നം മനസ്സിലാക്കാൻ തയ്യാറാവും, നിങ്ങളെ പരിഹാരങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാവും. അവരുടെ ഓരോ വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കാതുകൂർപ്പിക്കാൻ പറ്റും. അതിന് പരിഹാരം. അപ്പോൾ ജനാധിപത്യം തന്നെയാണ് എൻ്റെ കത്ത്. കമ്മ്യൂണിസ്റ്റ് ജനാധിപത്യം തന്നെയാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ശൂന്യമായി നടക്കുന്ന കാര്യം പറഞ്ഞില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അതിന്. ജനാധിപത്യം എപ്പോഴും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഭൗതികമായ രൂപമുള്ളതാണ് ജനാധിപത്യം. അത് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ പറഞ്ഞുള്ളൂ. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, കോടതി ഇൻസ്റ്റിറ്റ്യൂഷനാണ്, വിജിലൻസ്, സെൻട്രൽ വിജിലൻസിൻ്റെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പ്രസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതുപോലെ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ ഡെമോക്രസി ഫംഗ്ഷനിലാവുള്ളൂ. ഇൻസ്റ്റിറ്റ്യൂഷനിലും കേന്ദ്രീകരിക്കപ്പെടുകയും ഒരു ഏകശിലാ രൂപത്തിലാവുകയും ചെയ്താൽ ഈ സംഭാഷണം നിലച്ചു. അതാണ് ജനാധിപത്യം ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യം, അത്ര യൂണിഫോമിറ്റി. കാര്യം ബഹുസ്വരതയ്ക്ക് തന്നെയാണ് ഇതിൽ പ്രാധാന്യം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ ബഹുതലമായ കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ പരാജയപ്പെടുമ്പോഴാണ് ജനാധിപത്യം അപ്സെറ്റ് ആവാൻ തുടങ്ങുന്നത്. അതാണ് നമുക്കിന്ന് കിട്ടുന്ന പാഠം. അപ്പോൾ ജെൻസി സമരം ഇതിൽ അവർ കമ്മ്യൂണിസം ഫീൽ ഉണ്ടാവില്ല. കാര്യം അസമത്വം ഒരു നാട്ടിലുണ്ടെങ്കിൽ പിന്നെ അതിനെ കമ്മ്യൂണിസം വിളിക്കുന്നത് ശരിയാണോ? അപ്പോൾ അസമത്വം കുടികുത്തി വാഴുമ്പോൾ, തൊഴിലില്ലായ്മ കുടികുത്തി വാഴുമ്പോൾ, അതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ, അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഏത് കലാസൃഷ്ടിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല ഇവിടെ ഉള്ളത്. ജനങ്ങളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ അതിന് നമ്മൾ കമ്മ്യൂണിസം എന്ന് വിളിക്കുക. ആര് ഭരിച്ചാൽ എന്താ, അത് കമ്മ്യൂണിസമാണ്. പേരും പലതായിരിക്കും, പക്ഷെ അതായിരുന്നു. ഇനി നമ്മൾ നേപ്പാളിൻ്റെ കാര്യം കുറച്ചും കൂടി അറിയാനുണ്ട് നമുക്ക്. നമ്മളിപ്പോൾ ഇന്നൊരു നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ചാൽ നമ്മൾ വിശകലനം നടത്തുന്നത്. കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, പത്രങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ
കഴിഞ്ഞൊരാഴ്ച മുമ്പ് നേപ്പാളിനെ കുറിച്ച് കാര്യമായ വാർത്ത ഉണ്ടായിരുന്നില്ല. അതെ. നമ്മൾ തൊട്ടുമുമ്പ് കേട്ടൊരു വാർത്ത, രസകരമായ കൗതുക വാർത്ത നിങ്ങൾ ഓർക്കുന്നത് അറിയില്ല. മാവോയിസ്റ്റ് ഗറില്ലയിരുന്ന ആൾ അവിടെ രാജാധികാരം പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞ് നടത്തിയ പ്രക്ഷോഭമാണ്. അദ്ദേഹത്തിൻ്റെ പേര് ദുർഗാ പ്രസാരിയ എന്ന് മറ്റാന്ന് പേര് ഞാൻ ഓർക്കുന്നു. അയാൾ നടത്തിയൊരു സമരമാണ് തൊട്ടുമുമ്പ് കുറച്ച് കാലം കൊണ്ട് പ്രക്ഷോഭം. ശ്രദ്ധിച്ചെന്നറിയില്ല, പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അയാൾ മാവോയിസ്റ്റ് ഗറില്ലായിരുന്നു. അയാൾ മാവോയിസ്റ്റുകളും തെറ്റി അയാൾ നടത്തിയ സമരം, പ്രക്ഷോഭം, വലിയ പ്രക്ഷോഭം നടത്തി. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജാവിൻ്റെ അധികാരം പുനഃസ്ഥാപിക്കണം എന്നുണ്ട്. കാര്യം അങ്ങനെ പ്രക്ഷോഭം അവിടെ നടക്കുന്നുണ്ട്. നേപ്പാളിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാവോയിസ്റ്റുകളും പറഞ്ഞ ശേഷം രാജാധികാരമാണ് ബെറ്റർ എന്ന് പറഞ്ഞ സമയം നടക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാവും. കാര്യം വെച്ചാൽ പലപ്പോഴും ഇപ്പോൾ കേരളത്തിന് പല ആൾക്കാർ പറഞ്ഞു, പഴയ നമ്മുടെ കേരളത്തിൽ ചില സ്വപ്നജീവികളുണ്ടല്ലോ, പഴയ രാജാധികാരം നല്ലതൊക്കെ ജനാധിപത്യം, അതൊക്കെ പല ആൾക്കാരും പറയും. നമുക്കറിയില്ല, നമ്മൾ രാജാധികാരം അനുഭവിക്കാത്തൊരു ജനതയ്ക്ക് പലതും പറയാൻ പറ്റും, പല നൊസ്റ്റാൾജിയുണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യം പറയാം. ജനാധിപത്യം തന്നെയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള എന്താ പറയുക, ബദലില്ലാത്ത ഒരു ജീവിത രാഷ്ട്രീയ മാതൃക. അതിനെ ബലപ്പെടുത്താൻ തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും ജനാധിപത്യ ശക്തമായ രാജ്യങ്ങളിൽ പ്രതിഷേധങ്ങളും അണപൊട്ടികളും അതുപോലെ ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നൊക്കെ ഒരു മാതൃകാപര രാഷ്ട്രീയമല്ല. അത് വലിയ അരാജകത്വം തന്നെയാണ്, നമുക്ക് മനസ്സിലാവും. പക്ഷേ ജനാധിപത്യം ഉള്ള സ്ഥലങ്ങൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാര്യം അവിടെ സംവാദത്തിന് വഴി തുറന്നു കിട്ടും. അവിടെ പരിഹാരങ്ങൾ പരിഹരിക്കാനും ആൾക്കാർ കേൾക്കാനും കേൾക്കപ്പെടാനും ചർച്ച ചെയ്യാൻ മാത്രമല്ല, നമ്മളെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും നമ്മൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനും ആൾക്കാരിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ജനാധിപത്യം തന്നെയാണ് ഇതിനൊരു മാർഗം. ജനാധിപത്യം എവിടെയൊക്കെ നിഷേധിക്കപ്പെട്ടോ അവിടെയൊക്കെ രോഷപ്രകടനവും ഇതുപോലുള്ള വലിയ തരത്തിൽ അരാജകത്വവും സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കി. ഇനിയും കുറേ വിവരങ്ങൾ പറയാനുണ്ട് നമുക്ക്. റൈറ്റ്. കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് വരട്ടെ, വാർത്തകൾ വരട്ടെ, വിശകലനങ്ങൾ വരട്ടെ, അതിനനുസരിച്ച് സംസാരിക്കാം. ഏതായാലും നേപ്പാളി പ്രധാനമന്ത്രി രാജിവെച്ചിരിക്കുന്നു, സർക്കാർ താഴെ വീണിരിക്കുന്നു. ഇനി കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ. കാരണം സൈന്യം ഭാഗികമായി രാജ്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ജനാധിപത്യപരമായി നിലവിൽ വന്ന സർക്കാരാണെങ്കിലും ഏകാധിപത്യ സ്വഭാവം കാണിച്ചപ്പോൾ രാജ്യത്തെ യുവാക്കൾ അവരുടെ ഫ്രസ്ട്രേഷൻ, അവരുടെ രോഷപ്രകടനം, അതാണ് നേപ്പാളിൽ കണ്ടത്. ഇത് ലോകത്തെല്ലായിടത്തുമുള്ള ഏകാധിപത്യ സ്വഭാവത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്ക് ഒരു പാഠമാണ് നേപ്പാളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.